ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു, അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഫെബ്രുവരി 2-ാം തീയതി വരെ നമുക്ക് ബെവ്കോ LDCയുടെ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക. ഇനി ബെവ്കോയിലും LDC അല്ലെങ്കിൽ അത് വേണ്ട എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയിരിക്കുന്നവരൊക്കെ, മിസ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ഇനി നെക്സ്റ്റ് എന്തായിരിക്കും എന്ന്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരവും, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ചാൻസ് പോയി കഴിഞ്ഞാൽ അടുത്ത ചാൻസ് ആയിട്ട് നമ്മുടെ PSC വരാൻ പോവുകയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട 2 പോസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ കിടക്കുന്നത് 2026 വരാൻ പോകുന്ന അടുത്ത 10th ലെവല് ജില്ലാതല അടിസ്ഥാനത്തിൽ വരുന്ന ഏറ്റവും മികച്ച ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഏത്? LDCയും അതേപോലെ തന്നെ LGS എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ LDC ആൻഡ് LGS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം മിഡോട് കൂടിയിട്ട് എക്സാം നടക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 2023 നോട്ടിഫിക്കേഷൻ വിളിച്ച് 2024 എന്താണ് എക്സാം നടത്തി 2025 ഓഗസ്റ്റ് മാസം റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ട LDCയുടെ കാര്യമാണ് നാം പറഞ്ഞത്. അപ്പൊ 2025 ഓഗസ്റ്റ് മാസം വന്നു. ഇപ്പൊ നിലവിൽ അഡ്വൈസ് സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അത് നിങ്ങൾ കണക്കാക്കണ്ട. എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ അഡ്വൈസ് ഒക്കെ സ്പീഡിൽ മൂവ് ചെയ്യും. ഇപ്പൊ ഇലക്ഷനും പല കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ കിടക്കുന്നത് നല്ലൊരു അവസരം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ 2026 നവംബർ ഡിസംബർ മാസത്തോടു കൂടി വന്ന് 2027 എക്സാം കഴിഞ്ഞ് 2028 റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന ഒരു എക്സാം ആണ്. ഇനി നമുക്ക് നോക്കാം, സെയിം തന്നെയാണ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 15/12/2023. നമുക്ക് ഇതിന്റെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് LDC വന്നിട്ടുണ്ടായിരുന്നത് 30/11/2023 ആണ്. അതായത് ഒരു മാസത്തെ ഡിഫറൻസിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് നമുക്ക് LDC LGS വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി നമ്പർ 535/2023 ആണ്. എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് സെയിം തന്നെ 2024. 2025 എന്താണ് റാങ്ക് ലിസ്റ്റ് വന്ന് ഇതിന്റെ കാലാവധി തീരുന്നത് 2028 തന്നെയായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 23,050 ആണ് വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് ഹൈ ലെവൽ ആയിട്ടുള്ള ആളുകൾക്ക്, ലൈക്ക് നമ്മുടെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്കൊന്നും LGS എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. പക്ഷെ കമ്പനി ബോർഡ് LGS ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു പോസ്റ്റുകൾ മാത്രം നോക്കിയിരിക്കുന്നവരുണ്ട്. OA പോസ്റ്റ് അല്ലെങ്കിൽ 7th ലെവൽ മാത്രമുള്ള LGS പോസ്റ്റ്. അപ്പൊ അങ്ങനെ മാത്രം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ പഠനം ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, പ്രയത്നിക്കുക. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ ഇനി സമയമുണ്ട്, ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. ഇപ്പോഴേ മുതൽ ജനുവരി ആയിട്ടുള്ളൂ. ഒരു കുറേശ്ശെ ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമായിരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ വരുന്നത്. നമ്മളിപ്പോൾ ചെയ്ത ചെറിയ പ്രവൃത്തി അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നാളത്തെ നമ്മുടെ ലൈഫിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഭാവിയിലേക്ക് പോകുമ്പോൾ വലിയ വലിയ നേട്ടങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഓൾറെഡി കാത്തിരുന്നവരാണ്, കുറെ പേര് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോസിലും നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ നിങ്ങളോട് എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് നമ്മളെല്ലാം നിങ്ങളെ അറിയിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇനി ഈ പറയുന്ന LDC LGS ഒക്കെ വരാൻ നമ്മളുടെ മുൻപിൽ ഒരുപാട്, ഏകദേശം 8-9 മാസം മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴേ മുതൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. ഓരോ ദിവസം ഒരു 2 മണിക്കൂർ, രാവിലെ ഒരു മണിക്കൂർ, ഉച്ചയ്ക്ക് ഒരു അല്ലെങ്കിൽ രാത്രി 1 മണിക്കൂർ വെച്ച് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആദ്യമേ തന്നെ എന്താ ചെയ്യേണ്ടത്, പഠിക്കാനായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി റെഡി ടു സാക്രിഫൈസ്.
അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമുക്കൊരു ദിവസം 24 മണിക്കൂർ കിട്ടുന്നുണ്ട്. ആ 24 മണിക്കൂറിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് തോട്ട്സിന് വേണ്ടി എത്ര യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് തന്നെ കൊടുക്കുന്നത് എത്രമാത്രം ഹാർംഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും, അല്ലെ? അതിന് മറിച്ച് എന്തായാലും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ട്. പക്ഷെ അതിന് പകരം എന്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ഓവർ തിങ്കിങ് നമുക്ക് കൊണ്ടുവന്നുകൂടാ? അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെ? അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളുടെ അടുത്തൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന LDC LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അടിപൊളി ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ബാച്ചിന്റെ പ്രത്യേകത 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് നൽകുന്നത്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് ഓരോ 10 ദിവസം കൂടുമ്പം ഡേ 1 ടു ഡേ, അതായത് 150 ദിവസം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഡേ 1 ടു ഡേ 10 വരുമ്പം നിങ്ങൾക്ക് ഫസ്റ്റ് OMR ഓൺലൈനിലുള്ളത് ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പരിശീലിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ AZB അക്കാഡമി അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് OMRന്റെ ഒരു ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ OMR ബുക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 200ഓളം 200 OMR ഷീറ്റുകളാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് കോഴ്സ് പർച്ചേസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ബുക്ക് മാത്രമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനാകുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഓരോ 10 ഡേയ്സ് കൂടുമ്പോൾ ഓഫ്ലൈനിലായിട്ടുള്ള OMR പ്രാക്ടീസ്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ലൈവ് ക്ലാസ്സസ്, റിവിഷൻ ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നമ്മളുടെ ക്ലാസ്സുകൾ വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രവൃത്തി ഫലമായിരിക്കും നമുക്ക് നാളെയിലേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, സ്റ്റേ പോസിറ്റീവ്. ഇനി എക്സാം കഴിഞ്ഞതോർത്ത് വിഷമിക്കാതെ ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, എപ്പോൾ മുതൽ തയ്യാറെടുക്കാം, ഇപ്പോൾ മുതൽ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന വലിയ അവസരങ്ങൾ ചെറിയ ചെറിയ ലക്ഷ്യത്തിൽ തട്ടി വീഴുമ്പം നമ്മുടെ ഫിലിമിൽ പറയുന്ന ഡയലോഗ് പോലെ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ജീവിതം മാറ്റിമറിക്കുന്ന തീരുമാനമായി മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ, താങ്ക് യു.